ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ചയോളമാകുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ താൻ ആഗ്രഹിച്ച കാര്യം നേടിയെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് അഭിഷേക്. വൈൽഡ് കാർഡ് എൻട്രിയായി ബിഗ് ബോസ് വീട്ടിലെത്തിയ മത്സരാർത്ഥികളിൽ ഒരാൾ മാത്രമാണ് ഫൈനൽ 5ന്റെ ഭാഗമായത്. അഭിഷേക് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുമ്പോൾ അഭിഷേകിനെ കുറിച്ച് പ്രേക്ഷകരിൽ പലരും അദ്ദേഹത്തിൻ്റെ മുൻകാല സോഷ്യൽ മീഡിയ ഇടപെടലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ രീതിയിൽ ചില പ്രതീക്ഷകൾ വെച്ചു പുലർത്തിയിരുന്നു. എന്നാൽ ആദ്യത്തെ ആഴ്ചകളിൽ വളരെ ശക്തമായി മുന്നോട്ട് പോയ അഭിഷേക് ഇടയ്ക്ക് പിന്നീട് ചില പരാമർശങ്ങളുടെ ഭാഗമായി അദ്ദേഹം പിന്നോട്ട് പോവുകയും എന്നാൽ വീട്ടിൽ സജീവമാകുകയും എന്നാൽ രൂക്ഷമായ പരാമർശങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അഭിഷേക് ഇപ്പോൾ താൻ ആഗ്രഹിച്ച കാര്യം നേടിയെടുത്തതിൻ്റെ സന്തോഷത്തിലാണ്. ബിഗ് ബോസ് വീട്ടിലെ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിൽ ടിക്കറ്റ് ഫിനാലെ നേടി ബിഗ് ബോസിൻ്റെ ഫിനാലെ വീക്കിൽ അർഹത നേടിയ ആൾ കൂടിയാണ് അഭിഷേക്. എന്നാൽ അതേസമയം ടിക്കറ്റ് ഫിനാലെ നേടിയെങ്കിലും അതുകൊണ്ട് മാത്രമല്ല, അതിൽ കൂടുതൽ അല്ലാതെ തന്നെ തനിക്ക് ഫിനാലയിൽ എത്താനുള്ള അർഹതയുണ്ട് എന്ന് പിന്നീട് തെളിയിക്കുകയും ചെയ്തു അഭിഷേക്. ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയപ്പോൾ അഭിഷേകിനുണ്ടായിരുന്ന ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടാകുമ്പോൾ ഫൈനൽ 5ന്റെ ഭാഗമാകണം എന്നത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഫിനാലെ ആഴ്ച വന്നപ്പോൾ വളരെ കാര്യമായി ഗെയിമുകളെ സമീപിക്കുകയും ഗെയിമുകളിൽ വിജയിക്കുകയും ടിക്കറ്റ് ഫിനാലെ നേടുകയും ചെയ്തു. ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അന്ന് ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്ന സഹമത്സരാർത്ഥികളോട് അഭിഷേക് പറയുന്നുണ്ട്, ബിഗ് ബോസ് വീട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ മിനിമം ഒരു ഫൈനൽ 5 എങ്കിലും എത്തി തിരിച്ചു പോയില്ലെങ്കിൽ തനിക്കത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ ലക്ഷ്യം അദ്ദേഹം സാധിച്ചെടുത്തിരിക്കുന്നു. ബിഗ് ബോസിന്റെ ഫിനാലെ വീക്കിലെത്തുമ്പോൾ ഫിനാലെ വീക്കിൽ 6 മത്സരാർത്ഥികൾ എത്തിയതിൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ശ്രീതുവും ബിഗ് ബോസ് വീട്ടിലെ 5ാമനായി 4th റണ്ണറപ്പായി മുടിയൻ എന്നറിയപ്പെടുന്ന ഋഷിയസ് കുമാറും പുറത്തായപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ 3ാം റണ്ണറപ്പായി അഥവാ 4ാം സ്ഥാനക്കാരനായി ആണ് അഭിഷേക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത്. അതായത് ഫിനാലെ വീക്കിൽ തന്നെ 4ാം സ്ഥാനത്തെത്താനുള്ള വോട്ടിംഗ് സപ്പോർട്ട് അഭിഷേകിനുണ്ടായിരുന്നു എന്ന് സാരം. ഏതായാലും താൻ ആഗ്രഹിച്ചതുപോലെ ഫൈനൽ 5-ലെത്താനും മാത്രമല്ല ഫൈനൽ 5-ൽ ഒരംഗം എന്ന നിലയിൽ എന്നതിലുപരി ടോപ്പ് 4-ൽ എത്താനും 3ാം റണ്ണറപ്പായി അർഹത നേടുക കൂടി ചെയ്തു അഭിഷേക്.